പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്ന് നാം വിചിന്തനം ചെയ്യുന്ന തിരുവചനം 1 യോഹന്നാൻ 5:18 ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു എന്ന് നാം അറിയുന്നു. ദുഷ്ടൻ അവനെ തൊടുകയില്ല. നാം ദൈവത്തിൽ നിന്ന് ഉള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടൻ്റെ ശക്തി വലയത്തിലാണെന്നും നമുക്കറിയാം. യേശുവിൻ്റെ സംരക്ഷണത്തിൽ നാം ആയിരിക്കുന്നത് കൊണ്ട് ദുഷ്ടൻ നമ്മെ തൊടുകയുമില്ല. പാപം ചെയ്യാതെ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് നാം ജീവിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം വേണം. വചനം ദൈവം തന്നെയാണ്. സങ്കീർത്തനം 119:11 സങ്കീർത്തകൻ പറയുന്നുണ്ട്, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന്. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സംരക്ഷണവും നമുക്ക് ലഭിക്കുന്നത്. യാക്കോബ് 4:7-8 തിരുവചനങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നുണ്ട്, ദൈവത്തിന് വിധേയരായിരിക്കുവിൻ, പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ദൈവം നമ്മോട് ചേർന്ന് നിൽക്കുകയും നമ്മെ സംരക്ഷിക്കുകയും ചെയ്യുന്നത്. നാം ദൈവത്തിന് വിധേയരായിട്ടാണോ ജീവിക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുകയും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ ഭക്തരാണെന്ന് തോന്നുന്നു എങ്കിലും നമ്മുടെ ഹൃദയം എന്തിലാണ് ആശ്രയിച്ചിരിക്കുന്നത്? നാം ധനമോഹത്തിലും ജഡമോഹത്തിലും നാവിനെ നിയന്ത്രിക്കാതെയും ജീവിക്കുകയാണ്. സാത്താൻ്റെ പ്രലോഭനങ്ങളിൽ അകപ്പെട്ടുകൊണ്ടാണ് നാം ജീവിക്കുന്നത്. നാം 2 വഞ്ചിയിലും കാല് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. നമുക്ക് ലോകത്തെയും വേണം, ദൈവത്തെയും വേണം. പക്ഷേ അത് സാധിക്കുകയില്ല. ലോകത്തെ സ്നേഹിച്ചാൽ ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവന് ലോകത്തെയും സ്നേഹിക്കാൻ പറ്റില്ല. 2 വഞ്ചിയിലും കാല് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നാം നാശത്തിലേക്കാണ് നീങ്ങുന്നത്. യേശു പറഞ്ഞിട്ടുണ്ട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ പ്രമാണങ്ങൾ, അതായത് കൽപ്പനകൾ, വചനങ്ങൾ പാലിക്കും എന്ന്. യേശു പറയുന്നു, നിങ്ങളുടെ ശത്രുവിനെ സ്നേഹിക്കുവിൻ, അവർക്ക് നന്മകൾ ചെയ്യുവിൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:44 യേശു പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരും. പിതാവായ ദൈവത്തിൻ്റെ മക്കളായി നാം മാറണമെങ്കിൽ നമ്മെ വേദനിപ്പിച്ചവരെ നാം സ്നേഹിക്കുകയും അവരോട് ക്ഷമിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് നന്മകൾ ചെയ്യുകയുമാണ് വേണ്ടത്. പക്ഷേ ഇത് നാം ചെയ്യുന്നുണ്ടോ? പള്ളി പോകുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, ജപമാല ചെല്ലുന്നവരാണ്. പക്ഷെ നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാൻ നാം തയ്യാറല്ല. പലപ്പോഴും മാനുഷികമായി ചിന്തിക്കുമ്പോൾ അത് വളരെ പ്രയാസമായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും. എന്നാൽ ഇങ്ങോട്ട് സ്നേഹിക്കാത്തവരെ, നമ്മെ ശത്രുക്കളായി കാണുന്നവരെ, അല്ലെങ്കിൽ നാം ശത്രുക്കളായി കാണുന്നവരെ സ്നേഹിക്കണമെന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ വില യേശു കുരിശിൽ കാണിച്ചു തരുന്നുണ്ട്. നാം യേശുവിനെ നിരന്തരം തള്ളിപ്പറഞ്ഞിട്ടും പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിച്ചിട്ടും ദൈവം അതെല്ലാം ക്ഷമിക്കുകയാണ് ചെയ്തത്. യേശു തന്നെ ഒറ്റിക്കൊടുത്തവരോടും തന്നെ കുരിശിൽ തറച്ചവരോടും തന്നെ പീഡിപ്പിച്ചവരോടും ചാട്ടവാർ അടിച്ചവരോടുമെല്ലാം യേശു ക്ഷമിച്ചു. മാത്രമല്ല, പിതാവിനോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും നാം കാണുന്നുണ്ട്. യേശു തന്നെ ഒറ്റിക്കൊടുത്ത യൂദാസിൻ്റെയും പാദങ്ങൾ കഴുകി വിനയത്തിൻ്റെ മാതൃക നമുക്ക് കാണിച്ചു തന്നു. എല്ലാം ക്ഷമിച്ച് സഹിച്ച് നമുക്ക് വേണ്ടി മരിച്ച യേശു പറയുന്നതാണ് നാം അനുസരിച്ച് ജീവിക്കേണ്ടത്. പിതാവായ ദൈവത്തോട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന യേശുവിനെയാണ് നാം കാണുന്നത്.
ഉത്ഥാനം ചെയ്ത് സ്വർഗത്തിൽ എത്തി പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി യേശുനാഥൻ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശു തൻ്റെ ജീവൻ മാത്രമല്ല നമുക്ക് നൽകിയത്, തൻ്റെ ശരീരവും രക്തവും പങ്കുവെച്ച് നൽകുന്ന പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു. നമ്മോടൊപ്പമായിരിക്കാൻ അപ്പമായി മാറി തിരുവോസ്തിയിൽ ഇന്നും ജീവനോടെ വസിക്കുന്നു. ആ യേശുവിൻ്റെ ശരീരവും രക്തവും നാം സ്വീകരിക്കുമ്പോൾ, യോഗ്യതയോടെ സ്വീകരിക്കുമ്പോൾ, യേശു നമ്മിൽ വന്ന് വസിക്കും. യേശുവിൽ നാം ഒന്നായി തീരുകയും ചെയ്യും. അപ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം ലഭിക്കുന്നത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.